ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ്. വൈറ്റമിൻസ് അഥവാ വിറ്റമിൻസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് വൈറ്റമിൻസിൻ്റെ റോൾ എന്താണ്? നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ്, വൈറ്റമിൻസ് ആർ നട്ട്സ് ആൻഡ് ബോൾസ് ഇൻ ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ബ്ലോക്സ്. ഈ ബിൽഡിംഗ് ബ്ലോക്സിനെ എല്ലാം ബൈൻഡ് നിർത്തുന്നു, കൂട്ടിച്ചേർത്ത് പിടിക്കുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ്. പ്രധാനമായിട്ട് വൈറ്റമിൻ 2 ടൈപ്പ് ഉണ്ട്, വാട്ടർ സോല്യൂബിൾ ആൻഡ് ഫാറ്റ് സോല്യൂബിൾ എന്ന് പറയും. വാട്ടർ സോല്യൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അബ്സോർബ് ചെയ്യും, ശരീരം ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കില്ല. ബി വൈറ്റമിൻസ്, വൈറ്റമിൻ സി ആണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ഇ, എൻ, കെ ഇതെല്ലാം ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. ഒരു പരിധിവരെ ലിവർ ചിലതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എന്താണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി? വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മൾ എന്തെല്ലാം അവസ്ഥയിലേക്ക് എങ്ങനെയാണ് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാവും. മുടി കൊഴിച്ചൽ, ഹീമോഗ്ലോബിൻ്റെ കൗണ്ടിൽ വേരിയേഷൻസ്, എനർജി കുറവ്, ഊർജ്ജക്കുറവ്, പലതരത്തിലുള്ള പോഷകാഹാരക്കുറവ് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം, തളർച്ച ഉണ്ടാകുന്നു. മറ്റ് പല അസുഖങ്ങളിലേക്ക് നയിക്കാൻ കാരണക്കാരൻ വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കുന്നത് വൈറ്റമിനാണ്. അതേപോലെ തന്നെ കോശങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം, കോശങ്ങളുടെ റിപ്പയർ, കോശങ്ങളുടെ മെയിൻ്റെനൻസ്, കോശങ്ങളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫങ്ഷൻസും നിയന്ത്രിക്കുന്നത് വൈറ്റമിൻസ് ആണ്. കോശങ്ങൾക്ക് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ഡിഫൻസ് സിസ്റ്റം മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത് വൈറ്റമിൻസ് ആണ്. മെറ്റബോളിക് റേറ്റ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഹാർട്ട്, ബ്രെയിനൊക്കെ പല ഓർഗൻസിൻ്റെയും ഫങ്ഷൻസ് തന്നെ പല വൈറ്റമിൻസ് വളരെ നിർണായക റോള് നമുക്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് വൈറ്റമിൻസ് പ്രധാനമായിട്ടും 13 എണ്ണമാണ് നമുക്ക് വൈറ്റമിൻസ് ആവശ്യമുള്ളത്. വൈറ്റമിൻ എ ഞാൻ പറഞ്ഞ ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിനാണ്. വൈറ്റമിൻ എയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ലങ്സിന്, നഖത്തിന്, മുടിക്കൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവാണ്. സ്കിന്നിനൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവാണ് വൈറ്റമിൻ എ. ക്യാരറ്റിൽ, എഗ്സിൽ, നട്ട്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് 9 തരത്തിലുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ട്. ബി വൈറ്റമിൻസ് നമ്മൾ മനസ്സിലാക്കുക, എനർജി, നെർവസ് സിസ്റ്റത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ബി വൈറ്റമിൻസ്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറഞ്ഞു പോവാം. B1 നമുക്ക് ഊർജ്ജോൽപാദനത്തിന് ഏറ്റവും എഫക്റ്റീവാണ്, തയാമിൻ എന്ന് പറയും. കാർബോഹൈഡ്രേറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് B1ഉം വൈറ്റമിൻ B8 ഒക്കെ സഹായിക്കുന്നു. B2 ബ്യൂട്ടി വൈറ്റമിൻസ് ആണ്, റിബോഫ്ലാവിൻ എന്ന് പറയും. ബ്യൂട്ടി പാർട്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഭംഗിയായിട്ട് നിർത്താനായിട്ട് നമുക്ക് B2 സഹായിക്കുന്നു. വൈറ്റമിൻ B3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ്, നിയാസിൻ എന്ന് പറയും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിന്, ബോഡി മെറ്റബോളിസത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് വൈറ്റമിൻ B3 എന്ന് പറയും. വൈറ്റമിൻ B3 ഏറ്റവും കൂടുതൽ കിട്ടുന്ന റെഡ് മീറ്റിലും, പിന്നെ ഒരു പരിധി വരെ നട്ട്സിലും, കുറച്ചൊക്കെ ഫ്രൂട്ട്സിലും നമുക്ക് വൈറ്റമിൻ B3 നമുക്ക് കിട്ടുന്നു. വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയും. നെർവസ് സിസ്റ്റത്തിനും സ്കിന്നിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ട്. എഗ്ഗിൻ്റെ മഞ്ഞയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B5 അടങ്ങിയിട്ടുള്ളത്. തൈറോയ്ഡ് എന്ന് പറയും. വൈറ്റമിൻ B6 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B6. ബ്രെയിൻ ഹെൽത്ത്, ഇമ്മ്യൂൺ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, അതേപോലെ തന്നെ മെറ്റബോളിക് വെൽനസ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് വൈറ്റമിൻ B6. ഐ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് വൈറ്റമിൻ B6. B7 ബയോട്ടിൻ ഈസ് വെരി ഗുഡ് ഫോർ ഹെയർ, നമുക്ക് എല്ലാവർക്കും അറിയാം. B9 ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ്. B9 ഈസ് ടേംഡ് ആസ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് നമുക്കറിയാം, പ്രഗ്നൻസി, ലാക്ടേഷൻ ടൈമിലേക്കാണ് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫോളിക് ആസിഡ് ഈസ് വെരി ഗുഡ് ഫോർ ബ്രെയിൻ ആൻഡ് ഫോളിക് ആസിഡ് ഈസ് വെരി ഗുഡ് ഫോർ ചിൽഡ്രൻ. ഫോളിക് ആസിഡ് ഈസ് വെരി ഗുഡ് ഫോർ ഹാർട്ട് ഹെൽത്ത് ഓൾസോ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഫോളിക് ആസിഡ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. വൈറ്റമിൻ B12 നിർഭാഗ്യവശാൽ വെജിറ്റേറിയൻസിന് തീരെ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സാധനമാണ് വൈറ്റമിൻ B12. കാരണം റെഡ് മീറ്റിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ B12 ആണ് നമ്മൾ RBCയുടെ കലവറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നെർവസ് ഫങ്ഷൻസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത് വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ സി നമുക്കറിയാം, പ്രതിരോധ ശേഷിക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി മാത്രമല്ല, ഇമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ഡിഫൻസ് സിസ്റ്റം. ആൻഡ് വൈറ്റമിൻ സി ഈസ് എ വെരി ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ഓൾസോ. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ ആണ്. നമുക്ക് സൂര്യവെളിച്ചത്തിലൂടെ നമുക്ക് വൈറ്റമിൻ കിട്ടുന്നുണ്ടാവും. അത് നമുക്ക് അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് സൂര്യവെളിച്ചം കൊള്ളുന്ന സമയത്താണ്, അത് നട്ടുച്ചയൊക്കെ കൊള്ളുന്ന സമയത്താണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഇറ്റ്സ് ടേംഡ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയും. വൈറ്റമിൻ ഇ ഈസ് വെരി ഗുഡ് ഫോർ സ്കിൻ, ഐസ്, ഡിഫൻസ് സിസ്റ്റത്തിനൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്, കോശങ്ങളുടെ ഡിഫൻസ് മെക്കാനിസത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ടാവും വൈറ്റമിൻ ഇ. വൈറ്റമിൻ കെ ഈസ് വെരി ഗുഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്.
സോ ഇതൊക്കെയാണ് നമുക്ക് ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്. ഇത്രയും അളവിൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെയാണ് ഇത്രയും അളവിൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും നട്ട്സും എഗ് യോക്കും വൈറ്റ് മീറ്റും റെഡ് മീറ്റും ഒക്കെ കഴിക്കുന്ന സമയത്താണ് നമുക്ക് ഇത്രയും അളവിൽ നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസുമാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ വിഷു സമയത്തൊക്കെ പണ്ടൊക്കെ നമ്മൾ വെള്ളരി കെട്ടി തൂക്കാറുണ്ട് അല്ലേ. പണ്ടൊക്കെ ഒരു വെള്ളരി കെട്ടി തൂക്കിയാൽ എത്ര ദിവസം വെള്ളരി നിൽക്കും? മാസങ്ങളോളം നിൽക്കാറുണ്ട്. ഇന്നൊരു വെള്ളരി കെട്ടി തൂക്കി എത്ര ദിവസം നിൽക്കും? മാക്സിമം പോയ 1-2 ദിവസം. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വെള്ളരിക്ക് അതിനെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ വെള്ളരി കഴിച്ചാൽ നമ്മൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും? അതാണ് ഫാം ഫ്രഷും അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കണ്ട് ചെയ്യുന്ന കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത്. ഇത് വളരെയധികം ശ്രദ്ധിക്കുക.